പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാത്തിനോടും എല്ലാവരോടും വൈരാഗ്യം തോന്നുക, ആരെയും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും പറയുക, റിബലായി പെരുമാറുക, നാർസിസ്റ്റ് സ്വഭാവം കാണിക്കുക, കയ്യിൽ പണം നിൽക്കുന്നില്ല, ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളാണ്. ഇതിനെ ഹീൽ ചെയ്ത് നമ്മൾ കളയണം. സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മദർ എന്ന് പറയും, അമ്മ എന്ന് പറയും. ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ സബ് കോൺഷ്യസ് മൈൻഡാകുന്ന ഇന്നർ ചൈൽഡിനെ നമ്മൾ നോക്കണം. അത്രയ്ക്കും നമ്മൾ കെയർ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിലെ കാരണവന്മാരെ, നമ്മുടെ അച്ഛനെയോ അങ്ങനെ നമ്മുടെ മൂത്തവരെ ആരെയെങ്കിലുമൊക്കെ നിങ്ങൾ ഭയന്നാണ് ജീവിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതോറിറ്റിയെ, അതായത് നമ്മുടെ ബോസിനെ, നമ്മളുടെ ആരുടെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം നിങ്ങൾക്ക് ഭയമായിരിക്കും. അപ്പോൾ സാലറിയിലൊരു ഹൈക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറ്റില്ല. പ്രൊമോഷൻ വേണം, നിങ്ങളതിന് അർഹരാണ്, എന്നിട്ട് പോലും എനിക്ക് പ്രൊമോഷൻ വേണമെന്ന് ആവശ്യപ്പെടാനുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള പല മാനസിക പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ എല്ലാ ദിവസവും നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് ഹീലായി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത്, അത്രയും നാളും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങളിത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മാറ്റം വരുന്നതായിരിക്കും. ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ ശ്വാസത്തിലേക്ക് കൊടുക്കാം. ബ്രീത്ത് ഇൻ സ്ലോലി, ബ്രീത്ത് ഔട്ട് സ്ലോലി ആൻഡ് റിലാക്സ്. നമ്മൾക്ക് കഴിയുന്നത്ര സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കാം. പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം സാവധാനം ഉള്ളിലേക്കെടുക്കുന്നതും സാവധാനം, വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായും റിലാക്സ് ആകാം. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സുകൊണ്ട് പറയൂ, ഞാൻ അറിയുന്നു ഞാൻ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നത്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സുകൊണ്ട് പറയൂ, ഞാൻ അറിയുന്നു ശ്വാസം പുറത്തേക്ക് പോകുന്നത്. ഞാൻ അറിയുന്നു ശ്വാസം ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ അറിയുന്നു ശ്വാസം പുറത്തേക്ക് പോകുന്നത്. നിങ്ങളുടെ സെൽഫിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു ചെറിയ കുട്ടിയായി വിഷ്വലൈസ് ചെയ്യൂ. ഭാവനയിൽ കാണൂ. ആ ചെറിയ കുട്ടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായി മനസ്സുകൊണ്ട് കാണൂ. ഏതു രൂപത്തിൽ ആ കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്നാലും ജസ്റ്റ് അലൗ ടു കം. അതേപോലെ തന്നെ വരാൻ അതിനെ അനുവദിക്കൂ. നിങ്ങളുടെ സ്വന്തം ഇന്നർ ചൈൽഡിനെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ, അതേപോലെ അതിനെ അംഗീകരിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊന്നും ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. അതെങ്ങനെയാണോ അതിനെ അതേ രൂപത്തിൽ നിങ്ങൾ സ്നേഹിക്കൂ. ഇപ്പോൾ ഈ കുട്ടിയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കൂ. അതിനായി കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് ചേർന്നിരിക്കൂ. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കൂ. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കൂ. കുഞ്ഞിന് നിങ്ങളുടെ സാന്നിധ്യം സുഖം കൊടുക്കുന്നതായി ഫീൽ ചെയ്യണം. ഈ കുഞ്ഞ് ഒരു അമ്മയുടെ സ്നേഹവും പരിചരണവുമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്നേഹത്തോടെ ആ കുഞ്ഞിനെ നോക്കാൻ സാധിക്കുന്നുവോ അത്രയും സ്നേഹത്തോടെ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഇങ്ങനെ
കണ്ണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സ്നേഹത്തോടെ ആ കുഞ്ഞിൻ്റെ കൈകളൊന്ന് പിടിക്കൂ. എന്നിട്ട് ആ കുഞ്ഞു കൈകൾ നിങ്ങളുടെ കൈകളിലേക്കൊന്ന് വയ്ക്കൂ. നിങ്ങളും ആ കുഞ്ഞും തമ്മിൽ നല്ല ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം ഫീൽ ചെയ്യൂ. സാധാരണ ശ്വാസത്തിലിരുന്നു കൊണ്ട് കുട്ടിയുടെ അടുത്ത് പുഞ്ചിരിയോടെ ഇരിക്കൂ. ഇനി ഈ പറയുന്ന ഹീലിംഗ് വാക്കുകൾ കുഞ്ഞിനോട് പറയൂ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് ഒരുപാട് വില നൽകുന്നുണ്ട്. നീ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. നിന്റെ സന്തോഷം നിറഞ്ഞ മുഖം കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് ഈ ഭൂമിയിൽ. നിന്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവായി എന്നോട് പറയൂ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അത്. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ റെഡിയാണ്. നിന്റെ അഭിപ്രായങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. നിനക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം എന്നോട് പറഞ്ഞോളൂ. അതെന്നിൽ വളരെ സുരക്ഷിതമായിരിക്കും. നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിനക്ക്. ഞാൻ ഇന്ന് പ്രോമിസ് ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എല്ലായ്പ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ആവശ്യങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകം വളരെ മനോഹരമാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. സാരമില്ല, നമ്മുടെ ലൈഫിൽ ഇതുവരെ എന്തെല്ലാം സംഭവിച്ചാലും സാരമില്ല. പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ ജീവിതം എന്നത് ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. നമ്മൾക്ക് ഒന്നാകാം. ഈ ജീവിതം വളരെ സന്തോഷപൂർവ്വം ആസ്വദിച്ച് ജീവിക്കാനായി നമ്മൾക്ക് ഒന്നാകാം. നമ്മൾ സന്തോഷത്തിന് അർഹരാണ്. വി ഡിസേർവ് ഹാപ്പിനെസ്. നമ്മൾക്ക് ഒരു സ്ട്രോങ് ടീമായി നിന്ന് നമ്മുടെ എല്ലാ ഗോളുകളും നേടിയെടുക്കാം. എപ്പോഴും പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ നമ്മൾക്കിരിക്കാം. ഇത്ര നാളും ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നിയതിന് ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്ക്. എൻ്റെ കൂടെ നീ കൂട്ടായി വന്നതിന് താങ്ക് യു. ഞാൻ നിന്നെ എപ്പോഴും എന്നും സ്നേഹിക്കുന്നു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry.
പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു.